എല്ലാവരും ഉച്ചവരൊക്കെയും നിദാ ഫാത്തിമയുടെ വീട്ടിൽ നിന്നും ഇംതിയാസ് തുടരുന്നുണ്ട്. ഇംതിയാസ്, അവിടെയും എനിക്ക് തോന്നുന്നു പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടാവണം. 8:30 ഇനി കരിമ്പനക്കൽ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. തുടർന്നാണല്ലോ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. ഇംതിയാസ്, കേൾക്കാമെന്ന് കരുതുന്നു. നിദാ ഫാത്തിമയുടെ വീട്ടിൽ ഇപ്പോൾ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ സമയമാണ് നേരത്തെ തന്നെ ഇവിടെ വീട്ടിൽ ദർശനത്തിനായി വെക്കുമെന്ന് അറിയിച്ചിരുന്നത്. ആ 2 മണിക്കൂർ സമയം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊതുദർശനത്തിനായി കരിമ്പനക്കൽ ഹാളിലേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അവിടെ ആയിരിക്കും ഒരു പക്ഷേ സുഹൃത്തുക്കൾക്കൊക്കെ എത്താൻ പറ്റുക. സ്കൂളിലെ സഹപാഠികൾക്കൊക്കെ അവിടെ എത്തി നിദാ ഫാത്തിമയെ അവസാനമായി ഒരു നോക്കു കാണാനുള്ള അവസരം അവിടെയായിരിക്കും. അതിനുശേഷം തന്നെ തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദിലേക്ക് ഖബറടക്കാൻ വേണ്ടിയിട്ട് നിദാ ഫാത്തിമയെ അതുപോലെ തന്നെ മറ്റു 3 കൂട്ടുകാരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. എല്ലാവരും ഒരു മഹല്ല് പരിധിയിലായതുകൊണ്ട് തന്നെ ആ മഹല്ലിൽ ഇവരെല്ലാവരെയും അവിടെ തന്നെയാണ് ഖബറടക്കുന്നത്. ആ കർമ്മങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതിനാൽ ജുമാ നമസ്കാരമൊക്കെ നടക്കേണ്ടതുണ്ട്. ആ ജുമാ നമസ്കാരത്തിന് മുൻപ് തന്നെയായിട്ട് ഇത്തരത്തിലുള്ള കർമ്മങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുമുള്ളത്. ശേഷം ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ജുമയ്ക്ക് ശേഷമെല്ലാം പള്ളിയിലെല്ലാം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ഇവിടെ നിന്നും ഇനിയും മക്കൾക്ക് ചെയ്യാനാവുന്നത് അത് മാത്രമാണ്. അവനവന്റെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകൾ, നിത്യശാന്തി നേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, അതിലൊക്കെ തന്നെയാണ് കുടുംബാംഗങ്ങളും മതപുരോഹിതന്മാരും ഒക്കെ ഉള്ളത്. ഇപ്പോഴും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുക തന്നെ ചെയ്യും.